ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നമ്മുടെ ബൊഹേമിയയിൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. മഴക്കാലത്ത് നമ്മൾ ബൊഹേമിയയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഹൈബ്രിഡ് ബൊഹേമിയലുകൾ മഴക്കാലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ മഴ കൊള്ളാതെ ചെറിയൊരു സൈഡിലേക്ക് മാറ്റിയാണ് എൻ്റെ ബൊഹേമിയലുകൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ മണ്ണിനോട് ചേർന്നാണ് ചെടികൾ വെക്കുന്നതെങ്കിൽ അതിന് വേര് താഴോട്ട് ഇറങ്ങാനായിട്ടുള്ള സാധ്യതയുണ്ട്. മണ്ണിൽ വെച്ചിരുന്ന ഒരു ചെടിച്ചട്ടിയായിരുന്നു. ഇതിൻ്റെ താഴ്ഭാഗം മണ്ണിൽ ടച്ച് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ ഇതുണ്ടോ, ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളിലൂടെ ഇതിൻ്റെ വേര് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പം നമ്മളിത് കണ്ടുകൊണ്ട് ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഡ്രെയിനേജ് ഹോള് ഓക്കെ ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ എന്തെന്ന് വെച്ചാൽ നമ്മൾ മഴക്കാലം എല്ലാം കഴിഞ്ഞ് ചെടി നോക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ഇത് മണ്ണിലേക്ക് തറഞ്ഞ് വളർന്നിട്ടുണ്ടാവും. ഇവിടെ മണ്ണിനോട് ചേർന്ന് ചെടി വെക്കുമ്പോൾ ഒരു കട്ടയുടെ മുകളിൽ ഒരു ഇഷ്ടിക വെച്ചിട്ടാണ് ചെടി വെച്ചേക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം ഒഴുകി വന്നാലും കൂടുതൽ വെള്ളം വരുമ്പോൾ നമ്മുടെ ഈ താഴത്തെ ഡ്രെയിനേജ് ഹോളിലൂടെ ഈ താഴത്തെ വേരുകൾ ചെയ്യാതിരിക്കാൻ ഇങ്ങനെ കട്ട വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇഷ്ടിക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വേരുകളായാലും ഈ ഡ്രെയിനേജ് ഹോളിലൂടെ മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാനും സഹായിക്കും. തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ ബൊഹേമിയയില കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മഴവെള്ളം വീണിട്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ തന്നെ ഈ കട്ട് ചെയ്ത ഭാഗങ്ങളെല്ലാം നമ്മൾ സാഫ് തേച്ച് കൊടുക്കുക. ഈ സാഫ് തേച്ച് കൊടുക്കുമ്പോൾ ഇതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് ചീഞ്ഞു പോകാതിരിക്കാനും അതിൻ്റെ ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെടി ഒരിക്കലും മഴയത്ത് തന്നെ വെക്കരുത്. മഴയത്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ തളിർപ്പുകൾ വരുന്നത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മഴ കുറവുള്ള ഷെയ്ഡിലേക്ക് വല്ലതും മാറ്റി വെക്കുന്നതാണ് നല്ലത്. കട്ട് ചെയ്തൊരു ചെടിയായിരുന്നു. ഇത് കഴിഞ്ഞ് തളിർപ്പൊക്കെ വന്നിരുന്നു. അത് മഴയത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഇതുകൊണ്ടോ ഇതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതിന് മുകളിൽ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ പച്ചക്ക ഉണ്ടെങ്കിലും ഇവിടെയൊക്കെ ഉണ്ടോ ചീഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മളിവിടെ ഇങ്ങനെ നോക്കരുത്. ഇലയില്ലാതെ നിൽക്കുന്ന ചെടികൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ താഴ്ഭാഗം ചെറുതായിട്ടൊന്ന് നോക്കുക, ചെറുതായിട്ടൊന്ന് തൊലി മാറ്റി നോക്കുക, പച്ചയാണോ, എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത്. ഇത് ഉണങ്ങിപ്പോയ ചെടിയാണ്, നശിച്ചു പോയത്. ഇനി നമുക്ക് മഴയത്തൊന്ന് മാറ്റി വെക്കാൻ സൗകര്യമൊന്നുമില്ല, മഴയത്ത് തന്നെ വെക്കാൻ പറ്റുള്ളൂങ്കിൽ ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുക്കുക. നമുക്ക് റബ്ബറിനൊക്കെ പാവാടയായിട്ട് കൊടുക്കുന്ന, മഴക്കാലത്ത് റബ്ബർ വെട്ടാൻ വേണ്ടി കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇനി കവർ ചെയ്ത് കൊടുക്കുക. ഇനി കവർ ചെയ്തിട്ട് ഈ താഴ്ഭാഗത്ത് സ്റ്റാപ്ലെയർ അടിച്ചു കൊടുത്താൽ മതി. സൈഡിലായിട്ട് കവർ ചെയ്തിട്ട് ഈ ഭാഗത്ത് സ്റ്റാപ്ലെയർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം തങ്ങി നിൽക്കില്ല. ചോട് ഭാഗത്തായിട്ട് വെള്ളം തങ്ങിക്കിടക്കാതെ ഈ വെള്ളം ഈ കവറിൻ്റെ മുകളിൽ കൂടെ പോകും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെടിയെ മഴക്കാലത്ത് സംരക്ഷിക്കാനായിട്ട് പറ്റും. മാറ്റി വെച്ചിരിക്കുന്ന ചെടിയാണെങ്കിലും ഒട്ടും മഴവെള്ളം ഇവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ടോ അതിൻ്റെ ചോട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ഡ്രൈ ആയിട്ടുണ്ട്, മണ്ണ് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ചെടി വാടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മഴയാണെങ്കിൽ നമ്മൾ ചെടിച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം.